ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 2010. ഇന്ന് ജൂലൈ മാസം 2-ാം തീയതി. ഈ ആണ്ടിലെ 183-ാമത്തെ ദിവസത്തിലെത്തി. ആണ്ടിന്റെ പാതി കഴിഞ്ഞെന്നും ഇനി പാതി കൂടി ഉണ്ടെന്നും ഒരുപോലെ കരുതാം. ഏതാണ്ട് നടുക്ക് നമ്മൾ നിൽക്കുകയാണ്. കഴിഞ്ഞതിനെ ഓർത്ത് ഒരുപാട് സന്തോഷിക്കുകയും ഒരുപാട് അഹങ്കരിക്കുകയും വേണ്ട. അതുപോലെ തന്നെ സംഭവിച്ചതിനെ ഓർത്ത് ഒരുപാട് ഭാരപ്പെടേണ്ട. മുമ്പോട്ട് കുറെ കൂടി ഒന്ന് നമ്മളെ നിയന്ത്രിച്ച് ആത്മസംയമനത്തിൽ പോകാനായിട്ട് വഴിയും സാധ്യതകളും ഉണ്ട്. അത് എവിടെ വരെ എങ്ങനെയാകുമെന്നറിയില്ല. കഴിഞ്ഞ പുലരിയിൽ കർത്താവിനെ ഒന്ന് തള്ളിപ്പറയേണ്ടി വന്നു. ഒന്നല്ല, അല്ലേ, 3 വട്ടം, ഏതാണ്ട് ഒരുമിച്ച് തന്നെ. പരിശുദ്ധനായ പത്രോസിനെ കുറിച്ച് സ്നേഹക്കുറവൊന്നും ആയിരുന്നില്ല, വിശ്വാസക്കുറവും ആയിരുന്നില്ല, അകന്നു പോയതുകൊണ്ടും ആയിരുന്നില്ല. എന്തോ അങ്ങനെ അദ്ദേഹത്തിന് സംഭവിച്ചു. അത് നമുക്കൊരു ആയുധമൊന്നുമല്ല. പത്രോസിനും സംഭവിച്ചല്ലോ, എന്നാ പിന്നെ എനിക്കും ആകാമാകാം. അല്ല കേട്ടോ. മറിച്ച് ജാഗ്രത നഷ്ടപ്പെടുമ്പോൾ, ആത്മസംയമനം കൈവിടുമ്പോൾ ഏതൊരു മനുഷ്യന്റെ ജീവിതത്തിൽ എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാവുന്ന ഒരു ഇടർച്ചയാണ്. എന്ത്? ക്രിസ്തു ബന്ധത്തിൽ നിന്ന് ഒരാൾ അന്യനായി പോകുന്നു, സ്വയം അകന്നു പോകുന്നു. എന്തായാലും ഈ പരിചാരകരൊക്കെ ചോദിക്കുന്നുണ്ട്, മഹാപുരോഹിതന്റെ വേലക്കാരികൾ ചോദിക്കുന്നുണ്ട്, നീയും ആ നസറേനായ യേശുവിനോടൊപ്പം ഉണ്ടായിരുന്ന ആളല്ലേ? അങ്ങനെ ഇങ്ങനെ ആ രാത്രിയിൽ തീ കായുന്ന അവസരത്തിലും ആ പരിസരത്തുകൂടെ ചുറ്റി നടക്കുന്ന അവസരത്തിലുമൊക്കെ ചോദിക്കണമെങ്കിൽ യേശുവിന്റെ എന്തൊക്കെ അംശങ്ങൾ ഈ പത്രോസിലുണ്ടായിരുന്നു. പത്രോസിനെ കാണുമ്പോൾ യേശുവിനെ ആരൊക്കെ ഓർത്തിരുന്നു. അപ്പോസ്തല പ്രവർത്തികളിലേക്കൊക്കെ വരുമ്പോൾ മടങ്ങി വന്ന പത്രോസ്, ശരിക്കും ക്രിസ്തുവില് പൂർണ്ണമായി ലയിച്ച പത്രോസിന്റെ നിഴലേറ്റ് രോഗികൾക്ക് സൗഖ്യം കിട്ടിയെന്നും പത്രോസ് കടന്നുപോകുന്ന പാതയ്ക്ക് ഇരുവശത്തും അതുകൊണ്ട് അവർ രോഗികളെ കൊണ്ട് കിടത്താറുണ്ടെന്നും ഒക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. പതിയെ ഒരാൾ ക്രിസ്തു ആവുകയാണ്. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞതുപോലെ ക്രിസ്തുവായി രൂപാന്തരം പ്രാപിക്കുകയാണ്. അതിനിടയിൽ എന്തുമാത്രം നന്മ തിന്മകൾക്കിടയിൽ, ആ പ്രലോഭനങ്ങൾക്കിടയിൽ ഓരോരുത്തരും പെട്ടുപോകുന്നുണ്ട്, അകപ്പെട്ടു പോകുന്നുണ്ട്. തീ കായുന്ന പത്രോസിനെ നമ്മൾ മറന്നുപോകണ്ട. ആവശ്യമില്ലാത്തൊരു തീകായലായിരുന്നു. അതും ന്യായാധിപ സംഘത്തിന്റെ മുമ്പിൽ വിസ്താരത്തിൽ യേശു ആയിരിക്കുന്ന നേരം. എന്തായാലും പിന്നീട് കർത്താവിന്റെ ഉയർപ്പും കഴിഞ്ഞ് 1, 2, 3 പ്രത്യക്ഷപ്പെടലും കഴിഞ്ഞ് 4-ാമത്തെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് വിശുദ്ധനായ യോഹന്നാൻ ശ്ലീഹ സുവിശേഷത്തിന്റെ അവസാന അധ്യായത്തിൽ എഴുതുമ്പോൾ ഇങ്ങനെ മീൻ പിടിച്ച് ഒന്നും കിട്ടാതെ നിരാശപ്പെട്ട പത്രോസും 6ഓളം സുഹൃത്തുക്കളും പടകിലായിരിക്കുമ്പോൾ, കടലിലായിരിക്കുമ്പോൾ കരയിലെത്തിയ യേശുവിനെ കുറിച്ച്, അങ്ങനെ പത്രോസ് നീന്തി കരയിലെത്തുമ്പോൾ അവിടെ തീ കൂട്ടിയിരിക്കുന്നത് കണ്ടു എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്. പത്രോസ് ഒന്നും കൂടി വെന്ത്, ഒന്നും കൂടി ഒന്ന് ഉരുകി, ഒന്ന് നേരെയായിട്ടുണ്ടാവും. ഏതൊരു മനുഷ്യന്റെയും ജീവിതത്തിൽ ഇനിയും സാധ്യതകളുണ്ട്. ക്രിസ്തു സന്നിധിയിലേക്ക് എത്തുവാന്ന് മാത്രമേ ഉള്ളൂ. അവിടെ ഒരു തടസ്സവുമില്ല കേട്ടോ. അവിടെ ഒരു തടസ്സവുമില്ല. നീ എന്നെ ഏറ്റവും അധികം സ്നേഹിക്കുന്നോ എന്നൊരു ചോദ്യം മാത്രമേ ഉള്ളൂ. അതിന് സത്യസന്ധമായിട്ട് ഉത്തരം കൊടുക്കാനായിട്ട് പത്രോസ് നന്നായി. നമുക്ക് എന്നാകും വേഗം നമുക്കും ഏറ്റുപറയാം, ഏറ്റവും അധികം ഞാനും നിന്നെ സ്നേഹിക്കുന്നു. ആമേൻ.